വീക്കെൻഡിൽ നമ്മളൊരു യാത്ര പോവുകയെന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബാംഗ്ലൂരേക്ക് പോകാൻ പോകുന്നത്. സെലിബ്രേറ്റ് വിത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു ഇവൻ്റ് ഉണ്ട് ഗൂഗിളിൻ്റെ ഓഫീസിൽ ബാംഗ്ലൂരിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വിടുകയെന്ന്. അങ്ങനെ രാത്രി ബസ് കയറി ഇടയിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിനി. എല്ലാം കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ അവിടെ എത്തി. അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല മഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര തണുപ്പായിരിക്കും, ബാംഗ്ലൂർ ഭയങ്കര തണുപ്പായിരിക്കും എന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ബാംഗ്ലൂർ മാത്രമല്ല, സൗത്തിലോട്ടെല്ലാം തണുപ്പായിരിക്കുമല്ലോ ഈ സമയത്ത്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഈ ലാൽബാഗിൽ ഇറങ്ങിയപ്പോഴത്തേക്കും തണുപ്പൊന്നും അങ്ങനെയില്ല, ചെറിയ തോതിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഗൂഗിളിൻ്റെ ഓഫീസിലെത്തി. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സെഷനെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. അപ്പം നമ്മളെ മലയാളീസ് ആയിട്ടുള്ള കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ട്. എനിക്കറിയുന്ന മെയിനായിട്ട് അറിയുന്ന അഞ്ജനയും പിന്നെ ബ്ലഷ് വിത്ത് ആഷും ശരത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് അവിടെ ഒന്നും സീറ്റ് കിട്ടിയില്ല, ഞാൻ മുമ്പോട്ടിരുന്നു. പിന്നെ ഒരു ടാഗ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് വിട്ടിട്ട് അകത്ത് കയറി സെഷനിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ കുറച്ച് ഗെയിമിങ്സ് ഉണ്ടായിരുന്നു. അതിനിടയിൽ നമുക്കൊരു ബ്രേക്ക് കിട്ടി, ഫുഡ് കഴിക്കേണ്ട ബ്രേക്ക്. ഒരു 12:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡിൽ ബ്രെഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പിന്നെ പലതരത്തിലുള്ള കറികളുണ്ടായിരുന്നു, പിന്നെ മെയിനായിട്ട് മട്ടൺ ബിരിയാണി ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റുള്ള മട്ടൺ ബിരിയാണി. ഞാൻ ആദ്യമായിട്ട് മട്ടൺ ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വീറ്റ് പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങി. ഇവിടെ കുറേ എംബ്ലംസ് എല്ലാം ഉണ്ട്, അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ വീഡിയോയിലെടുത്തു. പിന്നെ ഒരു ഹൽവ ഉണ്ടായിരുന്നു. ഡെസേർട്ട്സ് വളരെ കുറവായിരുന്നു, കേക്കും ഹൽവയെല്ലാം ഉണ്ടായത്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് പിന്നെ സെഷൻ ആയപ്പോഴത്തേക്കും ഇവിടെ ക്രിയേറ്റേഴ്സിൻ്റെ വേർഡ്സൊക്കെ എഴുതിയിടാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ അത് എഴുതി. പിന്നെ വേറെ നാട്ടിൽ നിന്ന് വന്ന ക്രിയേറ്റേഴ്സിനെ പരിചയപ്പെട്ടു. പിന്നെ സോസർ ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ വൈകുന്നേരം സ്നാക്ക് ആയപ്പോഴത്തേക്കും, ടൈം ആയപ്പോഴത്തേക്കും കാപ്പിയും, പിന്നെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റുള്ള കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു, എന്തെല്ലോ ഉണ്ടായിനി. ഇതെല്ലാം കൂടിയിട്ട് ഒരു ലൈവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കാണിച്ച് തന്നിട്ട് ഞാൻ എൻ്റെ അന്ന് ഫിഷ് ഫിംഗർ മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് നല്ല രസമുണ്ടായിനി. അപ്പോൾ അതും പിന്നെ ചായ കുടിച്ചു, ചായയല്ല കാപ്പി കുടിച്ചു. പിന്നെ 2 കപ്പ് കേക്ക് എടുത്തിട്ട് തിന്നാൻ നോക്കുമ്പോഴത്തേക്കും അകത്തടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യലായി, വാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കയറി. കപ്പ് കേക്ക് നല്ല ബട്ടർ ക്രീമെല്ലാം ആക്കിയിട്ടുള്ളതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ നല്ല പാട്ടുണ്ടായിരുന്നു, 2 ആർട്ടിസ്റ്റുമാർ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം അതും കേട്ടുകൊണ്ട് നമ്മളെല്ലാവരും ചായ, കപ്പ് കേക്ക് അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ മാനേജർ ഇഷിത ഉണ്ടായിരുന്നു, ഒക്കെ അടിപൊളിയായിരുന്നു. സെഷനിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ തലയിൽ കയറ്റാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, കുറച്ച് ആൾക്കാരേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ 6 മണിയാകുമ്പോഴത്തേക്ക് ഫിനിഷായി. നമ്മളുടെ യൂട്യൂബിൻ്റെ ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഗൂഗിളിൻ്റെ ഓഫീസിൻ്റെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോയിൽ എടുത്ത് അവിടെ കുറച്ച് നേരം വണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മളെ മല്ലു കപ്പിൾസ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിനായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അമ്മയോടും ഞാനും കൂടിയിട്ട് അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒക്കെ പോയി. അതെല്ലാം കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. ബാംഗ്ലൂർ എയർപോർട്ട് സൂപ്പറാണ്, അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന, എന്താ രസം കാണാൻ വേണ്ടിയിട്ട്. വേറെ എന്തോ പോലെയുണ്ട്, അതായത് എയർപോർട്ട് പോലെയൊന്നുമില്ല, എന്തോ ഒരു കൊട്ടാരോ എന്താണെന്നറിയില്ല, അത്രയും ലുക്കായിരുന്നു. അത്രയും സ്ഥലത്തുള്ള വലിയ എയർപോർട്ട് സംഭവം എന്തായാലും കിട്ടും. അവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നല്ലോണം ക്ഷീണിച്ചു പോയി, തലേന്ന് രാത്രി തുടങ്ങിയ യാത്രയല്ലേ, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ അവിടെ എത്തി നമ്മൾ പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വെച്ചു. എല്ലാവരും ഓരോ വഴിക്ക് ഓരോ വഴിയിലായിരുന്നു, ട്രെയിനിൽ, ബസ്സിൽ, അങ്ങനെ എല്ലാവരും ഒരുമിച്ചൊന്നും ഉണ്ടായില്ല. അഞ്ജന ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ തോന്നുമല്ലോ. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു എയർപോർട്ടിൻ്റെ അകത്ത്, സൂപ്പറല്ലേ, കാണാനും നല്ല രസമുണ്ട്. എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ ആയിരുന്നു. ക്രിസ്മസിന് ന്യൂ ഇയറിലെ വരാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഡെക്കർ ഉണ്ടായിരുന്നു. നിറയെ ഗിഫ്റ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. ഒറിജിനൽ ഗിഫ്റ്റ് അല്ല, കാണാൻ വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ്. പിന്നെ ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലോക്കാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ വിശന്നപ്പോഴത്തേക്കും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്ന് ദോശയും പിന്നെ ചമ്മന്തിയും അത് ഓർഡർ ചെയ്ത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഫ്രൈ ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അതും സോസിൽ മുക്കിയിട്ട് അതും കഴിച്ചു. അതൊക്കെ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പൈസയായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ വിശപ്പിന് നമ്മൾ എന്ത് ചെയ്യും, കഴിക്കണമല്ലോ. എവിടെയെങ്കിലും നിർത്തിയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് പുറത്ത്. അപ്പോൾ പിന്നെ അതൊന്നും നടക്കില്ല. അങ്ങനെ ഇവിടുന്ന് തന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിച്ച് പിന്നെ ഫ്ലൈറ്റിൽ കയറി. അപ്പോഴത്തേക്ക് തന്നെ പകുതി ഉറക്ക് തൂക്കുന്നുണ്ടായിനി. പിന്നെ ഞാൻ ഫ്ലൈറ്റ് പൊന്തുന്നതെല്ലാം ഒന്ന് എടുത്തു. അതെടുക്കാനുള്ള സമയം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞിട്ട് പെട്ടെന്നുണ്ട് ദേ വിളിക്കുന്നു ആരോ. അപ്പോൾ നമുക്ക് ഫുഡ് കൊണ്ട് തന്നതായിരുന്നു. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് പോലുമില്ല, കാരണം അപ്പോൾ ആദ്യം ഉറക്കത്തിലാണ് ഞാൻ അതെല്ലാം കഴിച്ചിന്. ഒരു സാൻഡ്വിച്ചും ഒരു കപ്പ് കേക്കും ഒരു കുപ്പി വെള്ളവും തന്നിട്ടുണ്ടായി. അപ്പോൾ അതും കഴിച്ച് പിന്നെ വീണ്ടും കിടന്നുറങ്ങി. പക്ഷേ നല്ല രസമായിരുന്നു. ഞാൻ ഗൂഗിളിൻ്റെ ഓഫീസിൽ ഇതുവരെ പോയിട്ടില്ല. ഇൻവിറ്റേഷൻ മുമ്പ് കിട്ടിയിട്ടും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഇവൻറ്റ്സിനെല്ലാം പോകണമല്ലോ. പിന്നെ നല്ലതായിരുന്നു അതുകൊണ്ട്. പിന്നെ മനസ്സിലിങ്ങനെയായിരുന്നു, എങ്ങനെയെങ്കിലും എത്തിയിട്ട് യൂട്യൂബിൽ നിന്ന് തന്ന ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കണമല്ലോ, അതാണ് വിചാരം ഉണ്ടായിന്. കേരളത്തിൽ നിന്ന് നമ്മൾ അറിയുന്ന കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വേറെ നാട്ടിലുള്ള കുറേ ആൾക്കാരായിരുന്നു. എന്നാലും നല്ല രസമായിരുന്നു. സെഷനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കണമല്ലോ, അടുത്ത മെയിൻ ടാസ്ക് അതല്ലേ. പിറ്റേ ദിവസം ഞാനിത് ആ ഗിഫ്റ്റ് തുറക്കുന്നു. അതിനകത്ത് ഫസ്റ്റ് തന്നെ ഒരു കാർഡ് ഉണ്ടായിനി. ആദ്യം ഒരു പൊക്കിൾ പൊട്ടിക്കുന്ന സാധനമില്ലേ, അത് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ കാർഡ് എടുത്ത് നോക്കി അതിനകത്തൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടിപൊളി ഒരു മൈക്ക് കിട്ടിയിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ഗിഫ്റ്റ് എന്തായാലും അടിപൊളിയായിരിക്കും, നമുക്ക് ഉറപ്പാണല്ലോ, ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം. അങ്ങനെ മൈക്ക് കിട്ടി. പിന്നെ ഒരു യൂട്യൂബിൻ്റെ ബാഗ് ഉണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബാഗ്. സ്ലിംഗ് ബാഗായിട്ട് നമുക്ക് പുറത്തെല്ലാം പോകുമ്പം ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നല്ല സ്റ്റാൻഡുള്ള അടിപൊളി ലാമ്പ്. പ്ലഗ് കുത്തുമ്പോഴത്തേക്കും അതിൻ്റെ ലൈറ്റൊക്കെ കത്തി. വേറെ എന്ത് വേണം എൻ്റെ മക്കൾക്ക്. ഇത് കണ്ടപ്പോഴത്തേക്കും അവർ ഹാപ്പി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.